പിന്തുയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ RCCയുടെ റിവിഷൻ സീരീസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. RCCയിൽ നമുക്ക് ഇതിനു മുന്നേ വേറെ എക്സാമുകൾക്ക് ചോദിച്ചതും നമ്മുടെ എക്സാം പേപ്പറുകളിൽ നമ്മൾ ഈ റീസെന്റ് ആയിട്ട് കണ്ടുവന്നതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In an RCC section of effective depth D, if vertical stirrups are provided to resist shear, the maximum spacing measured along the axis of member as per IS 456-2000 should not exceed. അതായത് നമുക്കൊരു RCC സെക്ഷൻ ഉണ്ട്. ആ RCC സെക്ഷന്റെ എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് സ്മോൾ d ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് ഇതിനകത്ത് ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ വെർട്ടിക്കൽ സ്റ്റിറപ്പുകളുടെ മാക്സിമം സ്പേസിങ്, അതായത് നമ്മുടെ ഈ ഒരു മെമ്പറിന്റെ ആക്സിസിന് എലോങ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഷുഡ് നോട്ട് എക്സീഡ്, എത്രയിൽ കൂടാൻ പാടില്ല. ഓപ്ഷൻ എ 0.25d, ഓപ്ഷൻ ബി 0.5d, ഓപ്ഷൻ സി 0.75d ആൻഡ് ഓപ്ഷൻ ഡി 1d. അപ്പൊ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് നമുക്ക് കോഡൽ പ്രൊവിഷൻ പ്രകാരം അറിയാം. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 0.75d. 0.75d കൂടാൻ പാടില്ല എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം, ഏത് രീതിയിൽ കൊടുത്താൽ വാട്ട് ഓൾ അതർ സ്പേസിംഗ് റിക്വയർമെന്റ്സ്, അതും കൂടി നമുക്കൊന്ന് ഈ ക്വസ്റ്റ്യൻ വഴി പഠിച്ചു പോകാം. കുറേയൊക്കെ അറിയാവുന്നതായിരിക്കാം, എന്നാൽ അത് റിവിഷൻ ആയിട്ട് എടുക്കുക. അറിയാത്തവര് പുതിയ പോയിന്റ്സ് ആണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്സിന്റെ കേസ് തന്നെ എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇഫ് യു ആർ പ്രൊവൈഡിങ് വെർട്ടിക്കൽ സ്റ്റിറപ്സ്, ഇതുപോലെ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ സ്റ്റിറപ്സിന്റെ സ്പേസിംഗ് എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം നമുക്ക്. മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്റ്റിറപ്സിന്റെ മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് ഷുഡ് ബി ദ മിനിമം ഓഫ് രണ്ട് വാല്യൂസ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.75d where d is the effective depth or 300 mm, ഒന്നെങ്കിൽ 300 mm അല്ലെങ്കിൽ 0.75d. ഇതിന്റെ മിനിമം വാല്യൂ ആയിരിക്കണം. നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് ദ മാക്സിമം സ്പേസിംഗ്. മാക്സിമം സ്പേസിംഗ് ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്സ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ദ മിനിമം ഓഫ് 0.75d or 300 mm ആയിരിക്കും. വെർട്ടിക്കൽ സ്റ്റിറപ്സിന്റെ കാര്യം തീർന്നു. ഇനി നമുക്ക് അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആണ്. ഇഫ് യു ആർ പ്രൊവൈഡിങ് ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്, നമ്മൾ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ആണ് വെർട്ടിക്കൽ സ്റ്റിറപ്സിന് പകരം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് ഷുഡ് ബി ദ മിനിമം ഓഫ് ടു വാല്യൂസ്, മിനിമം ഓഫ് രണ്ട് വാല്യൂസ് ആയിരിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്തും രണ്ടാമത്തത് 300 mm ആണ്. അപ്പോൾ ഇവിടെ ഓർക്കാൻ എളുപ്പമാണ്. അതായത് നമുക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്പേസിംഗ് എന്ന് മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് ഷുഡ് ബി ദ മിനിമം ഓഫ് 0.75d or 300 mm. ഇനി ഇഫ് യു ആർ പ്രൊവൈഡിങ് ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ആണ് നമ്മൾ ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മാക്സിമം സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ദ മിനിമം ഓഫ് എന്താണ് എഫക്റ്റീവ് ഡെപ്ത് ആൻഡ് 300 mm. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റിറപ്പിന്റെ സ്പേസിംഗിൽ പഠിക്കാനുള്ളത്. അപ്പോൾ സ്പേസിംഗ് ഈ രണ്ട് പോയിന്റും ആസ് ഫാർ ആസ് പോസിബിൾ ചോദിക്കാറുള്ളതാണ്. ഇത് രണ്ടുമാണ് മാറി മാറി ചോദിക്കുന്നത്. ആ ഡിസ്റ്റൻസ് 300 mm തന്നെയാണ്, അത് മറക്കണ്ട. പക്ഷേ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മാക്സിമം സ്പേസിംഗ് ഷുഡ് ബി ദ മിനിമം ഓഫ് 0.75d or 300 mm. അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ d is the effective depth or 300 mm. ഇത് രണ്ടിലെ മിനിമം വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഓർത്ത് വെക്കണം. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി 0.75d. ഇത് SSCക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് നമുക്കിപ്പോൾ ഈ ഒരു SSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ PWD ഇറിഗേഷൻ എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഏത് സബ്ജക്റ്റ് എടുത്താലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയതാണ്. അതായത് SSC JEEക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതൊക്കെ IASന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ദർ ലൈസ് ദ ഇമ്പോർട്ടൻസ്. ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എന്നിരുന്നാലും വീണ്ടും വീണ്ടും പറയുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടിയിരിക്കുകയാണ് പഠിക്കാനായിട്ട്. അപ്പോൾ അത് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When HYSD bars are used in place of mild steel bars, the bond strength, അതായത് നമുക്ക് മൈൽഡ് സ്റ്റീൽ ബാസിന് പകരം ഇഫ് യു ആർ യൂസിങ് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോം ബാസ്, അതായത് HYSD ബാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. അതായത് ടൗ BD വാല്യൂ നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്, അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കോഡിൽ നിന്ന് തരുന്നത് രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്താണ്. ഒന്നെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ബാസ്, ഓക്കെ, പ്ലെയിൻ ബാസിനുള്ള വാല്യൂ ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെൻഷൻ
ഇരിക്കുന്ന പ്ലെയിൻ ബാസിനുള്ള വാല്യൂ ആണ് നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീലിന് പകരം നമ്മൾ HYSD ബാസ് ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ എന്താണ് നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത്തിന് സംഭവിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഒരു ചേഞ്ച് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോണ്ട് സ്ട്രെങ്ത് 60% കൂടുതലാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ടൗ BD കിട്ടുന്ന ടേബിളിൽ നിന്നും ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് വെച്ച് കിട്ടുന്ന വാല്യൂ 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 60% ഇൻക്രീസ് ചെയ്താണ് എടുക്കുന്നത്. സോ അതിന്റെ വാല്യൂ എന്താ സംഭവിക്കുന്നത്, ഇൻക്രീസസ് ആണ്. ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് രണ്ട് കേസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ബാർ ആണ്, രണ്ടാമത്തത് ടെൻഷൻ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ബാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് ഇസ് ടു ബി ഇൻക്രീസ് ബൈ 60%. ഇനി ടെൻഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടെൻഷൻ ആണെങ്കിൽ ഓൾറെഡി പ്ലെയിൻ ബാസ് മാറി HYSD ബാസ് ആണെങ്കിൽ നമ്മൾ ഇൻക്രീസ് ബൈ 60% ആണ്. ഇനി ടെൻഷൻ മെമ്പേഴ്സ് മാറി ഇഫ് വി ആർ പ്രൊവൈഡിങ് കംപ്രഷൻ മെമ്പേഴ്സ്, നമുക്ക് കംപ്രഷൻ മെമ്പറിന്റെ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടെൻഷൻ മെമ്പറിന്റെ കോഡിൽ നിന്ന് എടുത്ത് അത് എത്ര ശതമാനം കൂട്ടുക, 25% ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ 1.25 കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി ചില കേസിൽ നമുക്ക് പറയും നമ്മൾ ഉപയോഗിക്കുന്ന HYSD ബാറുമാണ്, അവിടെ നമ്മൾ കംപ്രഷനും ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് 1.6 ഇൻറ്റു 1.25 ഇൻറ്റു ടൗ BD ചെയ്താലാണ് നമുക്ക് ആക്ച്വൽ ബോണ്ട് സ്ട്രെസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ കാര്യം ആലോചിക്കുക. എന്താണ്, നമുക്ക് പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ ആണെങ്കിൽ മാത്രം കോഡിൽ നിന്ന് ടൗ BD വാല്യൂ എടുക്കുക. ഇനി അതല്ല HYSD ബാർ ആണെങ്കിൽ അത് 60% ഇൻക്രീസ് ചെയ്യുക. ടെൻഷൻ മാറി കംപ്രഷൻ ആണെങ്കിൽ 25% ഇൻക്രീസ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും മാറി മാറി വരുന്ന അടുത്ത ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ടൗ BDയുടെ വാല്യൂ ടാബുലാർ കോളം ആസ് നമ്മുടെ കോഡിൽ നിന്ന് പഠിച്ചു വെക്കുക. അതും ചിലപ്പോൾ ഡയറക്റ്റ്ലി വാല്യൂ ആയിട്ട് ചോദിക്കാറുമുണ്ട്. ഓക്കെ, നോക്കാം. ലെങ്ത് ഓഫ് ലാപ്പ് ഇൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ x ടൈംസ് ദ ബാർ ഡയമീറ്റർ. അതായത് നമുക്ക് ലാപ്പ് ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമല്ലോ, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന ലാപ്പ് എന്ന് പറയുന്നത്, അതായത് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ലെങ്ത് ഓഫ് ലാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ബാറിന്റെ ഡയമീറ്ററിന്റെ x ടൈംസിനെക്കാളും കുറയാൻ പാടില്ല. എക്സിന്റെ വാല്യൂ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആക്ച്വൽ ടെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 18 ടൈംസ് ഡയമീറ്റർ, ബി 24 ടൈംസ് ഡയമീറ്റർ, സി 30 ടൈംസ് ഡയമീറ്റർ, ഡി എന്ന് പറയുന്നത് 36 ടൈംസ് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് കോഡൽ പ്രൊവിഷൻ ഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ്. ലെങ്ത് ഓഫ് ലാപ്പ്, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഡയറക്റ്റ് ടെൻഷൻ ചോദിക്കാറുണ്ട്, ഫ്ലെക്സുറൽ ടെൻഷന് ചോദിക്കാറുണ്ട്. ഈ രണ്ട് വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കണം. രണ്ട് മാറി മാറി ചോദിക്കാറുണ്ട്. ഇതുപോലെ തന്നെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിനും ലെങ്ത് ഓഫ് ലാപ്പ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനാണ്. നമുക്ക് ആ 4 പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ സി 30 ടൈംസ് ഡയമീറ്റർ ആണ്, 35 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കോഡൽ പ്രൊവിഷൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ലാപ്പ് ലെങ്ത് ഫോർ ബാർസ് ഇൻ ഫ്ലെക്സുറൽ ടെൻഷൻ ആണ്. ലാപ്പ് ലെങ്ത് ഫോർ ബാർസ് ഇൻ ഫ്ലെക്സുറൽ ടെൻഷന്റെ വാല്യൂ ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ LD അല്ലെങ്കിൽ 30 ടൈംസ് ഡയമീറ്റർ വിച്ച് എവർ ഇസ് ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്, ലാപ്പ് ലെങ്ത് ഫോർ ബാർസ് ഇൻ ഫ്ലെക്സുറൽ ടെൻഷൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്താണ് LD, അല്ലെങ്കിൽ LD എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ലെങ്ത് ആണ്, ഓർ 30 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാർ വിച്ച് എവർ ഇസ് ഗ്രേറ്റർ. ഇതാണ് നമ്മൾ ഫ്ലെക്സുറൽ ടെൻഷനിലുള്ള ബാറിന് ലാപ്പ് ലെങ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ സെക്കൻഡ് കേസ് നോക്കാം. ഇനി നമുക്ക് ഡിറക്റ്റ് ടെൻഷൻ ആണെങ്കിൽ നമുക്ക് ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി 2LD അല്ലെങ്കിൽ 35 വിച്ച് എവർ ഇസ് ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഫ്ലെക്സുറൽ ടെൻഷനിലാണെങ്കിൽ നമ്മുടെ ലാപ്പ് ലെങ്ത് 35ന്റെയും LDയുടെയും ഗ്രേറ്റർ വാല്യൂ ആയിട്ട് എടുക്കുക. ഇനി ഇഫ് ഇറ്റ് ഇസ് ഫോർ ഡിറക്റ്റ് ടെൻഷൻ എന്താണ് 2LD അല്ലെങ്കിൽ 35, ഇതിൽ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ എടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് ടെൻഷനിൽ നമുക്ക് ലാപ്പ് ലെങ്ത്തിന്റെ കോഡൽ പ്രൊവിഷൻ. 30 ടൈംസ് ഡയമീറ്റർ ആണ് മിക്കവാറും ചോദിക്കുക. LD 2LD അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ 30 ടൈംസ് ഡയമീറ്റർ എന്ന് പറയുന്നത് ടെൻഷൻ T35 അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ അങ്ങ് എവിടെയെങ്കിലും എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഇനി കംപ്രഷൻ ആണെങ്കിൽ കംപ്രഷനും കൂടി ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം. കംപ്രഷൻ ആണെങ്കിൽ നമുക്ക് ഈ 35യുടെ സ്ഥലത്ത് വരുന്ന വാല്യൂ 24 ടൈംസ് 5 ആണ്. ഓക്കെ, കംപ്രഷൻ 24/5. ഓക്കെ, 24 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ്, അല്ലെങ്കിൽ LD. ഇത് രണ്ടും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഷൻ്റെയും കംപ്രഷൻ്റെയും ഒരുപോലെ പഠിച്ചു വെക്കുക. രണ്ടും ചോദിക്കാറുണ്ട്. 3 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് പറഞ്ഞത്. ലാപ്പ് ലെങ്ത് ഇൻ ഡയറക്റ്റ് ടെൻഷനും ഫ്ലെക്സുറൽ ടെൻഷനും കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്ലെക്സുറൽ ടെൻഷൻ ആണ് LD അഥവാ 35, ഡിറക്റ്റ് ടെൻഷൻ ആണെങ്കിൽ 2LD അഥവാ 35 വിച്ച് എവർ ഇസ് ഗ്രേറ്റർ, കംപ്രഷൻ ആണെങ്കിൽ 24/5 അല്ലെങ്കിൽ LD. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വഴി നമ്മൾ 3 പോയിന്റ്സ് കൂടെ അഡീഷണലി പഠിച്ചു.
സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, the clear distance between lateral restraints for a simply supported or continuous beam to ensure lateral stability should not exceed. ഇതും കോഡൽ പ്രൊവിഷൻ തന്നെയാണ്. അതായത് നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബീമിന്റെ ലാറ്ററൽ റീസ്ട്രെയിൻസിന്റെ ഇടയിലുള്ള ക്ലിയർ ഡിസ്റ്റൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ലാറ്ററൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി. പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബീമിന്റെ ലാറ്ററലി ഉള്ള സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ലെൻഡർനെസ് റേഷ്യോ ലിമിറ്റ് ആണ് ശരിക്കും ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. Clear distance between lateral restraints for simply supported or continuous beam to ensure lateral stability. Lateral stability എന്ന് പറയുന്നത് slenderness ratio ഡിപ്പെൻഡ് ചെയ്യും. ഈ slenderness ratioയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് IS 456-2000 ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ക്ലോസ് എന്ന്. അപ്പം നമ്മുടെ ഈ ഒരു lateral stability എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് lateral restraint ഇടയിലുള്ള clear distance L1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ it should not be greater than 60b or 250b squared by d. ഇതാണ് നമ്മുടെ കണ്ടീഷൻ കോഡിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക whichever is less. ഓപ്ഷൻ ഡി ആണ്, അതായത് 60b or 250b square by d whichever is less. ഇതാണ് നമ്മുടെ എന്താണ് ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലാറ്ററൽ റീസ്ട്രെയിൻസ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ഓർ കണ്ടിന്യൂസ് ബീം. എന്തിനു വേണ്ടിയിട്ട്? അതായത് നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോയുടെ ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ ആസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, SSCGK ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കോഡൽ പ്രൊവിഷൻ അതുപോലെ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാൻ വഴിയില്ല. പിന്നെ ചിലർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. എന്തായാലും ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ഇതുപോലെ തന്നെ ഇത് സിംപ്ലി സപ്പോർട്ടഡും കണ്ടിന്യൂസ് ആണെങ്കിലുമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിലാണ് ഈ ഒരു കാര്യം ഉണ്ടാവുക. ഇനി നമുക്ക് ഇതല്ല, നേരെ മറിച്ച് ഇഫ് ഇറ്റ് വാസ് എ കാന്റിലിവർ ബീം, ഒരു കാന്റിലിവർ ബീം ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ സ്ലെൻഡർനെസ് റേഷ്യോയുടെ ലിമിറ്റ് ഒരു ചെറിയ വ്യത്യാസം വന്നേനെ. അതെന്താണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ചിലപ്പോൾ നമുക്ക് എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡും കണ്ടിന്യൂസും തന്നെ ചോദിക്കണമെന്നില്ല. കാന്റിലിവറും കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലാറ്ററൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റീസ്ട്രെയിൻസ് ഷുഡ് നോട്ട് ബി ലാറ്ററൽ റീസ്ട്രെയിൻസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 25b or 100b square by d. അപ്പോൾ ഇതാണ് രണ്ട് കണ്ടീഷൻസ്. ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ 60b or 250b square by d. അതുപോലെ തന്നെ കാന്റിലിവർ ആണെങ്കിൽ എന്താണ് 25b or 100b square by d. ഇത് രണ്ടുമാണ് നമ്മുടെ രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോയുടെ ലിമിറ്റ് ആണ് ഫോർ എൻഷുറിംഗ് ലാറ്ററൽ സ്റ്റെബിലിറ്റി ഓഫ് ബീം. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് വെദർ ഇറ്റ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബീം എന്നുള്ളത് വെച്ചിട്ട് ഇറ്റ് വിൽ ചേഞ്ച്. ഓക്കെ, അപ്പം 60b or 250b square by d, 25b or 100b square by d, ഈ രണ്ട് വാല്യൂസും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡബിളി റീഇൻഫോഴ്സ്ഡ് section, the total reinforcement percentage of steel should not exceed. അതായത് നമുക്ക് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം നമുക്ക് എല്ലാവർക്കും അറിയാലേ. നമ്മുടെ നോർമലി എങ്ങനെയാണ്? നമ്മുടെ കോൺക്രീറ്റ് വീക്ക് ഇൻ ടെൻഷനും സ്ട്രോങ് ഇൻ കംപ്രഷനും ആണ്. അതുകൊണ്ട് ടെൻഷൻ വരുന്ന സ്ഥലത്ത്, ബീമിലെ ടെൻഷൻ വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാറാണ് പതിവ്. പക്ഷെ നമുക്ക് ചില കേസുകളിൽ കംപ്രഷൻ സോണിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ബീമുകളെയാണ് നമ്മൾ ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. നമ്മൾ ആപ്പിലെ ക്ലാസ്സിനകത്ത് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമും എന്താണെന്നും ഏത് സാഹചര്യത്തിൽ കൊടുക്കുന്നു അതിന്റെ അനാലിസിസ് ഒക്കെ ക്ലിയർലി നമ്മൾ അനലൈസ് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്നുകൂടെ കണ്ടു നോക്കുക. ഇറ്റ് വിൽ ബി ക്രിസ്റ്റൽ ക്ലിയർ ബൈ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിളി റീഇൻഫോഴ്സ്ഡ് സെക്ഷനകത്ത് നമ്മൾ കൊടുക്കുന്ന സ്റ്റീലിന്റെ ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ലിമിറ്റ് ആണ്, അല്ലെങ്കിൽ ദ ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ഷുഡ് നോട്ട് എക്സീഡ് എത്ര പെർസെന്റേജ് ആണെന്നാണ്. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 10. ഇത് ശരിക്കും പറഞ്ഞാൽ റെയർലി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ ഒരു ബീമിന്റെ റീഇൻഫോഴ്സ്മെന്റ് ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 4% ഓഫ് PD അല്ലെങ്കിൽ 4% ഓഫ് ഗ്രോസ് ഏരിയ എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ബീമിന്റെ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് 4% ആണ്. പക്ഷെ നമ്മൾ ഇവിടെ രണ്ട് സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. അതായത് ടെൻഷൻ സോണിലും കംപ്രഷൻ സോണിലും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. രണ്ടിടത്തും ഈ 4% എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്, ബോത്ത് ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. അപ്പോൾ രണ്ട് സ്ഥലത്തും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4% പ്ലസ് 4% ആയിരിക്കും, വിച്ച് വിൽ ഗിവ് യു എ ടോട്ടൽ ഓഫ് 8%. അപ്പോൾ നമ്മുടെ ഡബിളി റീഇൻഫോഴ്സ്ഡ് സെക്ഷനകത്ത് ടോട്ടൽ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് ഓപ്ഷൻ സി ആണ്, 8% ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയൊരു അറിവായിരിക്കും. ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റൻ ആയിരിക്കും. ഏതായാലും 8% ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി കാണാം. നമ്മൾ രണ്ട് അടുത്തും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്, 4 + 4 8 ആയി വന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം എല്ലാ സിമ്പിൾ കോഡിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻഡയറക്ട്ലി ഉള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബാക്കി നമുക്ക് RCCയുടെ എല്ലാ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇൻക്ലൂഡിങ് നമുക്ക് വാട്ടർ ടാങ്ക് ആണെങ്കിലും റീറ്റെയിനിങ് വാൾ ആണെങ്കിലും ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി വരുന്ന സെഷനുകളിൽ ഫുൾ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാ ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കും RCC പോവുക. ബിക്കോസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത സബ്ജക്റ്റ് ആണ് RCC എന്ന് പറയുന്നത്. പലർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. പക്ഷേ നേരെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ലവിങ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് RCC. അത് ശരിക്കും ആ ഒരു കൺസെപ്റ്റ് ലെവലിലുള്ള ഒരു നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ RCC നമുക്ക് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് ചോദിക്കുക. നന്നായി തന്നെ പഠിക്കുക. ഇപ്പോൾ കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മളെ നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് ഡീമോട്ടിവേറ്റഡ് ആവാതെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.